ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട എൻ്റെ ഉസ്താദ് അവർകളെ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുത്തല്ലിം സുഹൃത്തുക്കളെ, എൻ്റെ കർത്തവ്യം എന്നത് ഈ പരിപാടിയെ ഉദ്ഘാടനം ചെയ്യുക എന്നതാണ്. അതിനു മുമ്പ് ഒരു ചെറിയ വിഷയം ചെയ്തുകൊണ്ട് നമുക്ക് ഉദ്ഘാടനത്തിലേക്ക് കടക്കാം. ഒരിക്കൽ ഒരു മദ്രസയിൽ പ്രാർത്ഥനാ ദിനം നടക്കുകയായിരുന്നു. അപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരു ഉസ്താദ് അവരുടെ വിദ്യാർത്ഥികളോട് പറഞ്ഞു, നിങ്ങൾ നാളെ വരുമ്പോൾ എനിക്ക് പ്രിയപ്പെട്ട എന്തെങ്കിലും കൊണ്ടുവരണമെന്ന് ഉസ്താദ് കുട്ടികളോട് നിർദ്ദേശിച്ചു. അപ്പോൾ ആ കുട്ടികൾ ഉസ്താദിനോട് സമ്മതം മൂളി. അങ്ങനെ പിറ്റേ ദിവസം മദ്രസയിലേക്ക് വന്നപ്പോൾ എല്ലാ കുട്ടികളും ഉസ്താദിന് പ്രിയപ്പെട്ട സമ്മാനങ്ങൾ കൊണ്ടുവന്നു. ചില കുട്ടികൾ ഭക്ഷണങ്ങൾ കൊണ്ടുവന്നു, ചില കുട്ടികൾ സെന്റ്, ബുക്ക്, അങ്ങനെ പലതും കൊണ്ടുവന്നു. അങ്ങനെ ഉസ്താദിന് പ്രിയപ്പെട്ട സമ്മാനമുള്ള കുട്ടികൾ കൊണ്ടുവന്നപ്പോൾ അതിൽ കുട്ടികളിൽപ്പെട്ട ഒരു പാപ്പരായ കുടുംബത്തിൽ ജീവിക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി ഉസ്താദിന് ഒരു പൊതി കൊണ്ടുകൊടുത്തു. അപ്പൊ ഉസ്താദ് ആ പൊതി ആഹ്ലാദത്തോടെ തുറന്നു നോക്കിയപ്പോൾ അതിൽ കണ്ടത് കുറച്ച് മണ്ണായിരുന്നു. ആ മണ്ണ് കണ്ടപ്പോൾ ഉസ്താദ് ആ കുട്ടിയുടെ മുഖത്തേക്ക് ആശ്ചര്യത്തോടെ നോക്കി. എന്നിട്ട് ആ കുട്ടിയോട് ഉസ്താദ് ചോദിച്ചു, നീ എന്താണ് മറ്റുള്ള കുട്ടികൾ എനിക്ക് പ്രിയപ്പെട്ടതെല്ലാം കൊണ്ടുവന്നപ്പോൾ നീ എന്താന്ന് എനിക്ക് കുറച്ച് മണ്ണ് മാത്രം കൊണ്ടുവന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി ആ ഉസ്താദിനോട് പറഞ്ഞു, ഓ ഉസ്താദ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഉമ്മാന്റെ കാലടിപ്പാതയിലാണ് സ്വർഗം. എന്റെ ഉമ്മയുടെ കാൽപാദം പതിഞ്ഞ മണ്ണാണിത്, പരിശുദ്ധ സ്വർഗത്തിലെ മണ്ണാണിത് എന്ന് കുട്ടി ഉസ്താദിനോട് പറഞ്ഞു. അപ്പോൾ ആ ഉസ്താദിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാൻ തുടങ്ങി. എന്നിട്ട് ആ ഉസ്താദ് ആ കുട്ടിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഓ മകനെ, എനിക്ക് ഇത്രയും കുട്ടികൾ കൊണ്ടുവന്ന സമ്മാനങ്ങൾ വെച്ച് ഏറ്റവും പ്രിയപ്പെട്ട സമ്മാനമാണിത് എന്ന് ഉസ്താദ് കുട്ടിയോട് പറഞ്ഞു. ഈ വിഷയത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഉമ്മയുടെ പ്രാധാന്യമാണ് ഈ വിഷയത്തിൽ പറയുന്നത്. നമ്മൾ ഉമ്മ പറയുന്ന ഓരോ കാര്യങ്ങളും കേൾക്കുക. ഉമ്മയുടെ സൗണ്ടിലേറെ നമ്മളൊച്ച കൂടരുത്. ഉമ്മ പറയുന്നത് കേൾക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഉദ്ഘാടന കർത്തവ്യത്തിൽ കടക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന തിരുവാക്യം കൊണ്ട് ഞാൻ ഈ സമാജത്തെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വാഹിദു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.